ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൊറോട്ടയെക്കാട്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സവാളയാണ് കേട്ടോ എടുക്കുന്നത്. ഈ സവാള ഒരു കപ്പിന് ഒരു സവാള എന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു തക്കാളി 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല ടേസ്റ്റിയാണ്. ഇത് വഴറ്റൊന്നും വേണ്ട. നമ്മളെ പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിൽ അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കറക്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 2 കപ്പ് ഉണ്ടാവും ഈ ഒരു പാത്രത്തിലുള്ളത്. അപ്പോൾ ഞാൻ 4 കപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിന് ഒരു സവാള എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 4 സവാള എടുത്തിട്ടുള്ളത് 4 കപ്പോളം എടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 ബൗൾ ഗോതമ്പ് പൊടിയാണ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഏത് വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഉപ്പും എണ്ണയൊക്കെ എല്ലാ ഭാഗത്തൊന്നും ആവാൻ കൂടുതൽ എണ്ണയൊന്നും ചേർത്തെടുത്തിട്ടില്ല. 1 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഒരു ബൗള് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ല തിളപ്പിച്ചെടുക്കുക. ഈ തിളച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചെടുക്കുക. 2 ബൗള് പൊടിക്ക് 1 ബൗള് വെള്ളം എന്ന കണക്കാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അത് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് ഇളക്കി എടുക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും വെള്ളമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുന്നത്. പൊടി എല്ലാതും നനഞ്ഞ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നായിട്ട് വെള്ളം ഒഴിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ പൊടിയിൽ കുറച്ച് ഭാഗത്ത് മാത്രം വെള്ളമാവും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ബൗൾ വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൂടുതൽ വേണ്ട. കറക്റ്റ് പൊടി അളന്നെടുക്കുമ്പോൾ അതേ അളവിന് തന്നെയാണ് വെള്ളം വരുള്ളൂ. അപ്പോൾ അത് തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മളിത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റ് വെള്ളമാണ്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചൂട് കൊടുക്കുന്നതിന് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയ്യിൽ ചൂട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ശീലമായതുകൊണ്ട് ഇങ്ങനെ ചൂട് കൊടുക്കുന്നത് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ട് എല്ലാതും കൂടി ഒന്ന് കൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ നേരമൊന്നും കുഴച്ചെടുക്കണ്ട. ഇതൊന്ന് കൂട്ടിയതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. കൂടുതൽ നേരമൊന്നും കുഴച്ചെടുക്കണ്ട. കാരണം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഏത് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ഞാൻ ലൂസ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു മിനിറ്റ് പോലും വേണ്ട. ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്കിപ്പ് ചെയ്യാണ്ടാണ് കേട്ടോ ആക്കണത്. അത്രയും നമുക്കിതൊന്ന് കുഴച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഈ വെള്ളം നനവ് എല്ലായിടത്തും ആയിട്ട് ഒന്ന് സെറ്റ് ആവുകയുള്ളൂ. അല്ലാണ്ട് നമ്മളിത് കുറേ നേരം കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുകയൊന്നും വേണ്ട. ഇത് വേഗത്തിൽ സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇതേപോലെ നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ പിന്നെ വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയെന്ന് വെച്ചാൽ കറക്റ്റ് വെള്ളം ഇത്രയാണ് ഞാൻ കുഴച്ചിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ നേരം കുഴച്ചിട്ടില്ല. ഞാൻ സ്കിപ്പ് ചെയ്യാണ്ടാണ് കേട്ടോ വീഡിയോ കാണിച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഇത് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഈ ബൗളിൽ തന്നെ വെക്കാം. കാരണം നമ്മൾ ഈ സവാള ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുമല്ലോ. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. റെസ്റ്റിന് വെക്കുമ്പോൾ ഒന്ന് എണ്ണ തടവി കൊടുത്തോളൂ കേട്ടോ. ഒന്ന് ഡ്രൈ ആയി പോവണ്ട. അപ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സവാളയും തക്കാളിയും 3 പച്ചമുളകുമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. 1 ബൗളിന് 1 സവാള എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാത്തിലും ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ഇതാണ് കേട്ടോ അത്. അപ്പോൾ 4 സവാളി 1 തക്കാളി 3 പച്ചമുളക്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. നമ്മളിതിൽ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എരിവ് എടുക്കുക കേട്ടോ.
ഇനി ഞാൻ ഇതുപോലെയുള്ള ക്രഷിൽ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറുതായി അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ ഇതാ നമ്മളും എല്ലാതും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു 1/4 ടീസ്പൂണ്, കാലും ഇല്ല കേട്ടോ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തിട്ടുള്ള. ഒരു പിഞ്ച് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സ്പൂണിലെടുത്തത് കേട്ടോ. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കണം എന്നൊന്നുമില്ല, കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ബേക്കിംഗ് സോഡയും ഉപ്പും ആവും. എന്നിട്ട് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇത് നമ്മൾ വഴറ്റിയെടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആവും കേട്ടോ ഈ ഉള്ളി ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ദാ നമ്മളിത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നല്ലോണം വെള്ളം ഊറി വന്നിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ പിഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളം വീഴുന്നത്. ഈ വെള്ളം നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ഈ ചപ്പാത്തിയുടെ മാവിൽ ഇത് ഫില്ല് ചെയ്തിട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ വെള്ളം നനവാകുമ്പോൾ നമ്മൾ മാവ് ഒരു മിണുമിണുപ്പായി പോകും. അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് കളയണമെന്നൊന്നുമില്ല, നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഒരു നുള്ളുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം പിഴിഞ്ഞെടുത്തുകൊണ്ട് ആ ഉപ്പൊക്കെ അതിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഒരു 3/4 ടേബിൾ സ്പൂണെല്ലാം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഞാനൊരു നുള്ളു ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ആയതുകൊണ്ടാണ് കേട്ടോ ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗരം മസാലയാണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ചില്ലി ഫ്ലേക്സും ഈ ഗരം മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഓവളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് എടുക്കുക. എന്നിട്ട് ഞാനിതൊരു 2 പാർട്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നീളത്തിലെടുത്തിട്ട് നമുക്ക് എത്രണ്ട് വലിപ്പം വേണോ അതിനനുസരിച്ച് ഓരോ ഉരുളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ മാവ്. നമ്മൾ കൂടുതലൊന്നും കുഴച്ചെടുത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാ ഞാനിതുപോലെ നീളത്തിലാക്കിയിട്ട് ഓരോ ഉരുളാക്കി എടുത്തിട്ടുണ്ട്. കൈവെള്ളയിൽ ഒതുങ്ങുന്ന തരത്തിൽ ഇതാ ഇങ്ങനെ ഉരുളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഉരുളാക്കി എടുക്കുക. അപ്പോൾ എല്ലാതും ഇതുപോലെ ഓരോ ഉരുളാക്കിയിട്ട് എടുക്കുക. ഉരുട്ടി ബുദ്ധിമുട്ടൊന്നും വേണ്ട, അങ്ങനെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒരു ഉരുള വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തണ പോലെ ഒന്ന് പരത്തിയെടുക്കാം. അത്രയും കനത്തിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. നല്ല കനം കുറച്ച് വേണ്ട, എന്നാൽ നല്ല കനത്തിലും വേണ്ട. നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിക്ക് എത്ര പരത്തും അത്ര പരത്തിയാൽ മതി കേട്ടോ. കൂടുതൽ പരത്തിയെടുക്കൊന്നും വേണ്ട. ഇത് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ പരത്തിയെടുക്കാനും പറ്റും. ബലം പ്രയോഗിക്കേണ്ടതൊന്നും ആവശ്യമില്ല, വേഗത്തിൽ പരന്നും കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഷേപ്പൊന്നും എനിക്കുണ്ടാവില്ല, ഷേപ്പ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയും തിന്നിലാണ് കേട്ടോ നമ്മൾ പരത്തിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിയുടെ ഇതിലാണ് പരത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒന്ന് എണ്ണ തൂവി കൊടുക്കുക. കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, നമ്മളിതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് പൊടി ഇതിൻ്റെ മേലെ കുറച്ചിട്ട് കൊടുക്കുക. ഇത് നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഇതുപോലെ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ കുട്ടികൾക്ക് ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തയക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഉള്ളി എല്ലാ ഭാഗത്തും ആവുകളും ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഉള്ളി ഒന്ന് വിതറി എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഇതിൻ്റെ വെള്ളം നനവൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോഴാണ് കേട്ടോ നമുക്കിതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടുക. ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ
കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്നിങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ ഇതാ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇത് മൈദ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷെ മൈദ വെച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് നമുക്ക് ഏത് അസുഖക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം. നമ്മൾ വെറും സവാള മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കൂടുതൽ എണ്ണയൊന്നും നമ്മൾ ആക്കി കൊടുക്കണമില്ല. എന്നിട്ട് ഇതിൻ്റെ ഇത് ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ റൗണ്ട് ആയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ ഇതുപോലെ കാണിച്ചു തരാം. ഇതിൻ്റെ മേലെ ഒന്ന് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ ചപ്പാത്തി പരത്തണ പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സവാള ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുക. നമ്മൾ ഈ എടുത്ത സവാള ഇതിന് കറക്റ്റാണ് കേട്ടോ. നമ്മൾ എടുത്ത മാവിന് നല്ല തിക്കിൽ വെക്കണ്ട. ഇന്ന് എല്ലാ ഭാഗത്തും വേണേനു കേട്ടോ. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചുരുട്ടിയെടുക്കണ എത്ര ചുരുട്ടുണ്ടോ അത്രയും ലെയർ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മേൽഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിലുള്ള ഫില്ലിങ് പുറത്തേക്ക് പോവാണ്ടിരിക്കാനാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഈ കൂർത്ത ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ എല്ലാതും നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം കേട്ടോ. ചുട്ടെടുക്കുമ്പോൾ ഇതൊന്നുകൂടി പരത്തിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മളെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്കൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലിൽ പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എണ്ണ തൂവി കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ കൂടുതൽ എണ്ണ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ എണ്ണ തൂവി കൊടുക്കാത്തത്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് പരത്തി കൊടുക്കുക. നല്ല അമർത്തി പരത്തിയെടുക്കണ്ട. എന്ന് ചെറിയൊരു റൗണ്ട് കിട്ടുന്നവരെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചും പരത്തണ്ട, എന്നാൽ നല്ല കനം കൂടിയിട്ടും പരത്തണ്ട കേട്ടോ. കാരണം നമ്മുടെ ഫില്ലിങ് പുറത്ത് വരാണ്ട് നമ്മളിത് പരത്തിയെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ എല്ലാതും പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ഓരോന്ന് പരത്തിയെടുക്കുന്നതിനനുസരിച്ച് ഓരോന്ന് ചുട്ടെടുക്കും ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളിത് പരത്തിയെടുത്തത് വെച്ച് കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം കേട്ടോ, കൂട്ടി വെക്കണ്ട. അപ്പോൾ രണ്ട് പുറം വേഗത്തിൽ മൊരിഞ്ഞു പോകും, ഉൾഭാഗം വേവില്ല. അപ്പോൾ ഒരു പുറം നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ നമ്മൾ പിന്നത്തെ പുറത്ത് ഒന്ന് എണ്ണ തൂവി കൊടുക്കുക കേട്ടോ. എണ്ണ തൂവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം ഒന്ന് മെരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് എത്ര നേരം വെച്ചാലും നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ചൂടോടെ കഴിക്കാനും ചൂടാറിയിട്ട് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നാമത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലെയർ എടുത്തിട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഓരോന്ന് പരത്തി വെക്കാം കേട്ടോ. ഇത് പരത്താൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ പരന്ന് കിട്ടും. ഇനി ഇതിൻ്റെ മേലെ എണ്ണ തൂവിയിട്ട് തിരിച്ചും മറിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒനിയൻ പൊറോട്ട നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നല്ല ലെയർ എടുത്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തും ഒനിയനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റും. ഇനി 4 മണിക്ക് അവർക്ക് സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാനും പറ്റും കേട്ടോ. ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് നമുക്ക് ഇത് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് മൈദ വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.